ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ചൂടിന് പറ്റിയ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സമ്മർ ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ കൊടും ചൂടിൽ നമ്മുടെ ശരീരം നന്നായി തണുക്കുന്നതിനും ദാഹം മാറുന്നതിനും നല്ല ഉന്മേഷത്തിനും ആരോഗ്യത്തിനും വളരെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സമ്മർ ഡ്രിങ്കാണ് ഇത്. മുതിർന്നവർക്കും ഡയബറ്റീസുകാർക്കും അതുപോലെ ശരീരഭാരം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയ ഒരു ഡ്രിങ്കാണ്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം. വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യം ഒരു ബൗളിലേക്ക് 1 കപ്പ് റാഗി എടുക്കാം. എന്നിട്ട് റാഗി നന്നായി കഴുകി ഒരു അരിപ്പയിലേക്ക് ഇട്ട് അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. എന്നിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. പാൻ ഒന്ന് നന്നായി ചൂടായി വരുമ്പോഴേക്കും നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള റാഗി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കരിഞ്ഞു പോകരുത്. നന്നായി വറുന്ന് നല്ലൊരു മണം വരും. അതുവരെ നമുക്ക് നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം. വറുത്തെടുത്ത റാഗി നന്നായിട്ട് തണുത്തതിന് ശേഷം ഒട്ടും ഈർപ്പമില്ലാത്ത ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. തരികളൊന്നും തന്നെ ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ പൊടിച്ചെടുക്കണം. ഇപ്പോഴിത് റാഗി നന്നായി തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. തരികൾ കിടപ്പുണ്ടെങ്കിൽ ഒന്നുകൂടി നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായി ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് നമ്മളിപ്പോൾ പൊടിച്ചെടുത്തിട്ടുള്ള റാഗിയുടെ പൊടി ഒരു 2.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊടിച്ചെടുത്ത റാഗിയുടെ പൊടി ഒത്തിരി ബാക്കി വന്നിട്ടുണ്ട്. നമ്മൾ വെറും 2.5 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പൊടി നമുക്ക് അടുത്ത് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് എയർ ടൈറ്റായിട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്കിത് ഒത്തിരി നാൾ സ്റ്റോർ ചെയ്ത് വെച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ബൗളിലേക്ക് എടുത്ത് വെച്ച 2.5 കപ്പ് റാഗിയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമ്മളിതാ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി സ്റ്റവിലേക്ക് ഒരു പാത്രം വയ്ക്കാം. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് അനുവദിക്കാം. ഇപ്പോഴിതാ വെള്ളം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള റാഗി ഇതിലേക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈ വിടാതെ തന്നെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. കാരണം ഇത് പെട്ടെന്ന് തന്നെ അടിപിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൈവിടാതെ തന്നെ ഇളക്കണം. അതേപോലെ തന്നെ സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ടു മീഡിയത്തിൽ വെച്ച് തന്നെ ഇത് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റെങ്കിലും ഈ റാഗി നന്നായിട്ട് വേവിച്ചെടുക്കണം. വേനൽക്കാലത്ത് ശരീരത്തെ തണുപ്പിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന ഒന്നാണ് റാഗി. ഇതിൽ ധാരാളം കാൽഷ്യം, ഇരുമ്പ്, നാരുകൾ എന്നിവ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇത് പ്രമേഹത്തെ നിയന്ത്രിക്കാനും എല്ലുകളുടെ നല്ല ബലത്തിനും ദഹനം മെച്ചപ്പെടുത്താനും ശരീരഭാരം കുറയ്ക്കാനും വിളർച്ച തടയുന്നതിനൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ പോഷക ഗുണങ്ങൾ നൽകുന്ന ഒരു മികച്ച ധാന്യമാണ് ഈ റാഗി. റാഗി ഇതാ നന്നായി വെന്ത് നല്ല രീതിയിൽ തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് നമുക്കിത് തണുക്കാനായി വയ്ക്കാം. റാഗി ഇപ്പോഴിതാ നന്നായി തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ചേർക്കുന്നത് ദഹനം മെച്ചപ്പെടുത്തും. വയറു വീർക്കൽ, അതുപോലെ ഗ്യാസ്, മലബന്ധം എന്നിവയൊക്കെ മാറ്റാൻ സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറ്റുന്നതിനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും ശരീരഭാരം കുറയ്ക്കുന്നതിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനൊക്കെ വളരെ നല്ല ഒന്നാണ് കറിവേപ്പില. അതോടൊപ്പം തന്നെ ഞാൻ ഇതിലേക്ക് 1 പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇനി കുറച്ച് പുതിനയില കൂടി ചേർക്കാം. പുതിനയില നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ കുറുക്കി വച്ചിട്ടുള്ള റാഗി തണുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർക്കാം. ഞാൻ മുഴുവൻ റാഗിയും ചേർക്കുന്നുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുഴുവൻ റാഗിയും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അടുത്തതായി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ജീരകമാണ്. ചെറിയ ജീരകം ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ഒന്നുകൂടി അടിച്ചെടുക്കും. അതിന് വേണ്ടിയിട്ട് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണാണ് ജീരകം ചേർത്തത്. എന്നിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് തൈരാണ്. 1 കപ്പ് നല്ല കട്ടിയുള്ള തൈരാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. തൈരും കൂടി ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഒരു പ്രാവശ്യം മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ ഞാൻ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം.
പ്രോബയോട്ടിക്സുകളാൽ സമ്പന്നമായ തൈര് വയറിൻ്റെ ആരോഗ്യത്തിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. ശരീരത്തിലെ ജലാംശം നിലനിർത്താനും നല്ല ഉന്മേഷം നൽകുന്നതിനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് തൈര്. ചൂടുകാലത്ത് നമ്മുടെ ശരീരം തണുപ്പിക്കാനായിട്ട് കുടിക്കേണ്ട ഒന്നാണ് തൈര് മോരാക്കിയൊക്കെ കുടിക്കാം. കുട്ടികൾക്കിത് കൊടുക്കേണ്ട ഒന്നാണ്. ഇത് കുടിക്കുന്നതുകൊണ്ട് കുട്ടികളുടെ പ്രതിരോധശേഷി വർദ്ധിക്കും. അടുത്തതായി ഞാൻ മിക്സി ജാറിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് അത് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. വീണ്ടും 1 കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഞാനിവിടെ ഇപ്പോൾ 2 കപ്പാണ് വെള്ളം ചേർത്തിട്ടുള്ളത്. നമ്മൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ കൂടുതൽ നമുക്കിത് കട്ടിയായിട്ടല്ല വേണ്ടത്, കുറച്ച് വെള്ളം പോലെയാണ് വേണ്ടത്. നമ്മൾ ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കുന്ന ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഇതാ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട്. അടുത്തതായി ഞാൻ 1 ടേബിൾ സ്പൂൺ ചിയാ സീഡ് 1 കപ്പ് വെള്ളത്തിൽ കുതിർക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് രാത്രി തന്നെ ഞാൻ കുതിർത്ത് വെച്ചതാണ്. ഇതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചിയാ സീഡും തൈരും ചേർത്ത് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. ചിയാ സീഡും നമ്മുടെ ശരീരം തണുപ്പിക്കാൻ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. ചിയാ സീഡ് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്ത് ജലാംശം നിലനിർത്താനായിട്ട് സഹായിക്കും. അതുപോലെ വയറിലെ അസുഖങ്ങളൊക്കെ മാറാനും ഇത് സഹായിക്കുന്നതാണ്. ഇതിൽ ധാരാളം നാരുകൾ ഉള്ളതുകൊണ്ട് ഇത് വയറ് നിറഞ്ഞ അനുഭൂതി നമുക്ക് നൽകും. അതുകൊണ്ട് ഇത് ശരീരഭാരം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. കൂടാതെ ഇതിൽ ഒമേഗ 3 ഫാറ്റി ആസിഡും പ്രോട്ടീനുകളൊക്കെ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചതിന് ശേഷം കുറച്ച് ഐസ് ക്യൂബും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ച് കുടിക്കുമ്പോഴാണ് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സമ്മർ ഡ്രിങ്കായി കിട്ടുക. ഇപ്പോൾ ഇത് നമ്മുടെ പെർഫെക്റ്റ് ആയ സമ്മർ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണിത്. നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും വളരെ ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നതാണ്. അതേപോലെ തന്നെ ശരീരം തണുപ്പിക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് നമ്മളിതിലേക്ക് ചേർത്തത്. ഈ കൊടും ചൂടിൽ നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്ക് ഇതേപോലെ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി കൊടുത്താൽ അവർക്ക് ഉറപ്പായും ഇഷ്ടമാകും. ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ്. ഇത് ഡയബറ്റീസുകാർക്കും അതുപോലെ വെയിറ്റ് ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇതെപ്പോൾ വേണമെങ്കിൽ അവർക്ക് കുടിക്കാവുന്നതാണ്. എത്ര കൊടും ചൂടായാലും ഇതേപോലെ ഒരു ഡ്രിങ്ക് നിങ്ങൾ തയ്യാറാക്കി കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരം തണുക്കുകയും മനസ്സ് നിറയുകയും ചെയ്യും, ഉറപ്പാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുകയും ചെയ്യണം. അതേപോലെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിലും കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി.